അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബു തൗഹീദ്, അതിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് എന്ന ഷറഹ് ഗ്രന്ഥം ദർസ് നമ്പർ 27. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹദീസ്, അതിൽ വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, നിശ്ചയം ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ ദൂതൻ റസൂലും ആണെന്നും എന്ന ഭാഗം, അതിൻ്റെ ഷറഹ് തുടർന്ന് പറയുന്നത്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, അതായത് വഅന്ന ഈസ അബ്ദുല്ലാഹി വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻഹു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഹുവ ഈസ ഇബ്നു മറിയം, മറിയം അലൈഹിസ്സലാമിൻ്റെ പുത്രൻ ഈസ എന്നവരാണ് അലൈഹിസ്സലാം. ഖലഖഹുല്ലാഹു മിൻ ഉമ്മിൻ ബിലാ വാലിദിൻ, ഈസ അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഉമ്മയിൽ നിന്നാണ്, മാതാവിൽ നിന്നാണ്, ബിലാ വാലിദിൻ, പിതാവില്ലാതെ. വദാലിക ലിയുദ്ഹിറ ലിൽ ഇബാദി ഖുദ്റതഹു സുബ്ഹാനഹു അലാ കുല്ലി ഷൈ, അത് ഇബാദുകൾക്ക്, ദാസന്മാർക്ക്, അടിമകൾക്ക് അള്ളാഹുവിൻ്റെ ശക്തി, ഖുദ്റത്ത്, എല്ലാത്തിനും കഴിവുണ്ട് എന്ന അള്ളാഹുവിൻ്റെ ആ ഖുദ്റത്ത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വഖിസ്സത മറിയം അലൈഹിസ്സലാം ദക്കറഹ അല്ലാഹു ഫിൽ ഖുർആൻ മിൻ നഷ്അതിഹാ, അതേപോലെ മറിയം അലൈഹിസ്സലാമിൻ്റെ കഥ, ചരിത്രം, അവരുടെ ചെറുപ്പകാലം മുതൽ, വളർച്ച മുതൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അന്നഹ മിൻ ബൈത്തിൻ ത്വയ്യിബിൻ വ ബൈത്തി ഇബാദത്തിൻ, നല്ല വീട്ടിൽ നിന്ന്, ഇബാദത്തുള്ള വീട്ടിൽ നിന്ന് ആയിരുന്നു അവർ. വ അന്ന വാലിദഹ തവഫ വഹിയ സഗീറ, ചെറുപ്രായമായിരുന്നപ്പോൾ തന്നെ അവരുടെ പിതാവ് മരിച്ചു, വഫാത്തായി. വകഫലഹ സക്കരിയ നബിയുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ നബിയായിരുന്ന സക്കരിയ അലൈഹിസ്സലാം അവരെ ഏറ്റു വളർത്തി. ലിഅന്ന ഖാലതഹ കാനത് സൗജത്തു സക്കരിയ, കാരണം മറിയം അലൈഹിസ്സലാമിൻ്റെ ഖാലത്ത്, മാതൃ സഹോദരി, സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായിരുന്നു, ഇണയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഇസ്തഫ, തെരഞ്ഞെടുത്തിരിക്കുന്നു, ആദം അലൈഹിസ്സലാമിനെ, വനൂഹൻ, നൂഹ് അലൈഹിസ്സലാമിനെയും, വആല ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെയും, വആല ഇംറാന, ഇമ്രാൻ കുടുംബത്തെയും, അലൽ ആലമീൻ, ലോകരേക്കാൾ. ദുരിയതൻ ബഅ്ദുഹാ മിൻ ബഅ്ദ് വല്ലാഹു സമീഉൻ അലീം, ദുരിയതൻ, സന്തതി പരമ്പര, ബഅ്ദുഹാ മിൻ ബഅദ്, ചിലരിൽ നിന്ന്, വല്ലാഹു സമീഉൻ അലീം, അവനെല്ലാം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇദ ഖാലത് ഇംറഅതു ഇമ്രാന, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാനി ഉമ്മു മറിയം, ഇമ്രാന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മറിയം അലൈഹിസ്സലാമിൻ്റെ മാതാവ്. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി നദർതു ലക, നിശ്ചയം ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു. നേർച്ച അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. നദർ, മാ ഫീ ബത്നി, എൻ്റെ വയറ്റിലുള്ളതിനെ, മുഹററ, സ്വതന്ത്രമാക്കപ്പെട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ചയാക്കിയിരിക്കുന്നു എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ. ഫതഖബ്ബൽ മിന്നി, അതിനാൽ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അസ്സമീഉ, എല്ലാം കേൾക്കുന്നവൻ, അൽ അലീം, എല്ലാം അറിയുന്നവൻ. ഇവിടെ ശ്രദ്ധിക്കാം, നദർ, വിശുദ്ധ ഖുർആൻ നദർ പറഞ്ഞിടത്തൊക്കെ നദർ അള്ളാഹുവിനുള്ളതാണെന്ന് മനസ്സിലാക്കാം. അതൊരു ഇബാദത്താണ്, അത് സൃഷ്ടികൾക്ക് അർപ്പിക്കാൻ പാടില്ല. നദർ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാം, ഖബറാളികൾക്ക് അർപ്പിക്കാം, മഹാന്മാർക്ക് അർപ്പിക്കാം, വലിയകൾക്ക്,
നേർച്ചയാക്കുക എന്നത് ഇസ്ലാമിന് അന്യമാണ്, അത് ഷിർക്കാണ്. അപ്പോൾ നദറത്ത് ഹംലഹ അൻ യകൂന ഖാദിമൻ ലി ബൈത്തുൽ മുഖദ്ദിസ്, ബൈത്തുൽ മുഖദ്ദിസിലേക്ക് സേവകനായിക്കൊണ്ട് അവരുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അവർ നേർച്ചയാക്കി. ആര്? മറിയം അലൈഹിസ്സലാം, മറിയം ബീവി. അല്ലദീ ഹുവ അഹദുൽ മസാജിദിസ് സലാസതി ഫിൽ അർദ്, ഭൂമിയിലെ 3 സുപ്രധാന മസ്ജിദുകളിൽ ഒന്നാണ് അത്. മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ്. ഈ 3 മസ്ജിദുകളിലേക്കല്ലാതെ സിയാറത്ത് പ്രത്യേകമായിട്ട് ഷദ്ദുർ റിഹാൽ പാടില്ല എന്ന് ഹദീസിൽ, സ്വഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഫലമ്മ വളഅത്ഹ, അങ്ങനെ മറിയം ബീവി അതിനെ പ്രസവിച്ചപ്പോൾ, അതായത് ആ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിച്ചപ്പോൾ, കാനത്ത് തർജു അൻ യകൂന ദക്കറ, അവർ അതൊരു ആൺകുഞ്ഞായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. لأن الذكر هو الذي يستطيع القيام بهذه المهمة العظيمة, ഈ മഹത്തായ കാര്യം ചെയ്യാൻ കഴിയുക, പള്ളി പരിപാലനം അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുപ്രധാന വിഷയങ്ങൾ ചെയ്യാൻ കഴിയുക പുരുഷനാണ്. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت. ഫലമ്മ വളഅത്ഹ, അങ്ങനെ അതിനെ പ്രസവിച്ചപ്പോൾ, ഖാലത്ത്, അവർ പറഞ്ഞു, മറിയം ബീവി പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി വളഅതുഹ, നിശ്ചയം ഞാൻ അതിനെ പ്രസവിച്ചു, ഉൻസ, പെൺകുഞ്ഞായിട്ടാണല്ലോ അവൻ പ്രസവിച്ചത്. വല്ലാഹു അഅലം ബിമാ വളഅത്, അവർ പ്രസവിച്ചത് എന്ത് കുഞ്ഞാണെന്നുള്ളത് അള്ളാഹുവിന് കൂടുതൽ അറിയാം, അള്ളാഹുവിന് നന്നായിട്ടറിയാം. ലിഅന്നഹ ഖാലത്ത് ഹദാ മിൻ ബാബി ദുആ, ഇത് ദുആ എന്ന നിലയിൽ പറഞ്ഞതാണ്. ലാ മിൻ ബാബി ഇഖ്ബാരില്ലാഹി അസ്സ വജല്ല അന്നഹ വളഅതുഹ. അപ്പോൾ താൻ പ്രസവിച്ചത് ആൺകുഞ്ഞാണെന്ന് അള്ളാഹുവിനെ അറിയിക്കുക എന്നുള്ള രൂപത്തിലല്ല, അള്ളാഹുവിനെ അല്ലെങ്കിൽ അറിയാലോ. ഖുരിഅത്തിൽ ആയത്തു വല്ലാഹു അഅലമു ബിമാ വളഅതു, ഞാൻ പ്രസവിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് കൂടുതൽ അറിയാം എന്നും അങ്ങനെയും ഖിറാഅത്ത് പറയപ്പെട്ടിട്ടുണ്ട്. ഹദാലി ബയാനിൻ അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൻ ബികുല്ലി ഷൈ, അള്ളാഹു എല്ലാ കാര്യത്തിനും എല്ലാം അറിയുന്നവനാണ് എന്ന് വിവരിക്കാനാണിത്. വൻഹു ലാ യഖ്ഫാ അലൈഹി ഹാദിൽ മൗലൂദ, ഈ പ്രസവിക്കപ്പെട്ടത് എന്ത് കുട്ടിയാണെന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് മറഞ്ഞ സംഗതി അല്ല. വലൈസത്ത് ഇമ്രാൻ തുഖ്ബിറു റബ്ബഹ അസ്സ വജല്ല ഫഇന്നമാ തദഉഹു, അപ്പോൾ ഇമ്രാൻ്റെ ഭാര്യ അത് എന്തല്ല, ഇമ്രാൻ്റെ ഭാര്യ പ്രസവിച്ചു എന്നാണ് കേട്ടോ, അല്ലാതെ മറിയം ബീവി എവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഓഡിയോയിൽ അങ്ങനെ വന്നു പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇമ്രാൻ്റെ ഭാര്യ എന്നാണ്, മറിയം ബീവി അല്ല. അപ്പോൾ ഇമ്രാൻ്റെ ഭാര്യ എന്തല്ല, അവരുടെ റബ്ബിനോട് ഇങ്ങനെ പറയാ എന്നതല്ല. ഇന്നമാ തദഉഹു, റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയാണ്. വലൈസ ദക്കറു കൽ ഉൻസ, പുരുഷൻ അല്ലെങ്കിൽ ആൺകുഞ്ഞ് പെൺകുഞ്ഞിനെ പോലെ സ്ത്രീയെ പോലെ അല്ലല്ലോ. ബിമാന അന്ന ദക്കറ അഫ്ദലു മിനൽ ഉൻസ ഫിൽ ഖിയാമി ബിൽ മുഹിമ്മാത്ത്, സുപ്രധാന കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അതിൽ സ്ത്രീയെക്കാളും കൂടുതൽ ശ്രേഷ്ഠനാണ് പുരുഷൻ. പൊതുവെ സദക്കറു യസ്തതിഉ മാ ലാ തസ്തതിഉഹുൽ ഉൻസ, സ്ത്രീക്ക് കഴിയാത്തത് പുരുഷന് കഴിയും, പുരുഷന് കഴിയാത്തത് ചില കാര്യങ്ങൾ സ്ത്രീക്ക് കഴിയുന്നതുണ്ട്. ലിമാ ജഅലല്ലാഹു ഫി ഖിലഖത്തി ദിക്രി മിൻ അൽ ഇംതിയാസി അൻ ഖിലഖത്തിൽ ഉൻസ. അപ്പോൾ പുരുഷൻ്റെ സൃഷ്ടിപ്പ് സ്ത്രീയുടെ സൃഷ്ടിപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യതിരിക്തമായിട്ട് അള്ളാഹു ആക്കിയിട്ടുണ്ട്. വഹാദാ മിൻ ഹൈസുൽ ജിൻസ്, ഇത് വർഗം എന്ന നിലക്കാണ്, പുരുഷൻ സ്ത്രീ എന്ന മൊത്തത്തിൽ പറയുമ്പോഴാണ്. എന്നാൽ ലാ മിൻ ഹൈസിൽ അഫ്രാദ്, ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ എന്ന നിലക്കല്ല. വ്യക്തികളിലേക്ക് അത് യക്കൂനു ഫി അഫ്രാദിൽ ഇനാദി മൻ ഹുവ ഖൈറും മിൻ കസീരിൻ മിൻ അദ്ദുകൂരി, ധാരാളം പല പുരുഷന്മാരെക്കാളേറെ ശക്തിയുള്ള കഴിവുള്ള സ്ത്രീകളുണ്ടാവാം, അങ്ങനെയുണ്ട്. അമ്മാമിൻ ഹൈസുൽ ജിൻസി, എന്നാൽ ഒരു വർഗം എന്ന നിലക്ക് മൊത്തത്തിൽ പറയുമ്പോൾ ഫദ്ദുകൂറു അഫ്ദലു മിനൽ ഇനാസ്, സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠർ പുരുഷന്മാരാണ്. എങ്ങനെ? പല കായികമായിട്ടുള്ള ശക്തി, അങ്ങനെ മസിലിൻ്റെ, അങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ പുരുഷന്മാർക്ക് കഴിയുന്നത്. ലിഅന്നഹും യസ്തതിഊന മിനൽ അഅമാലി മാ തസ്തതിഉഹു മാ ലാ തസ്തതിഉഹു ഇനാസ്, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കഠിനമായിട്ട് കാര്യങ്ങൾ, ജോലികളൊക്കെ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റും. വലിഅന്ന ഉഖൂലഹും ഔഫാ മിൻ ഉഖൂലിൽ ഇനാസ്, സ്ത്രീകളുടെ ബുദ്ധിയേക്കാൾ അവരുടെ ബുദ്ധി കൂടുതൽ പൂർണ്ണമാണ്. ബിലാശക്ക്, സംശയം ലേശമന്യേ എന്ന്. അപ്പോൾ പല കാര്യങ്ങളും പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ശാസ്ത്രീയമായി തന്നെ അത് പരീക്ഷിക്കപ്പെട്ട്
അല്ലെങ്കിൽ അറിയുന്ന കാര്യം ആണ്, അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി തുടർന്ന് പറയണേ, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഇന്നി ഉഈദുഹാ ബിക, അവളെ അല്ലെങ്കിൽ ഈ ഗർഭസ്ഥ ഈ ശിശുവിനെ, ബിക നിന്നെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു, നിന്നോട് ഞാൻ കാവൽ തേടുന്നു ഈ കുട്ടിയുടെ വിഷയത്തിൽ. വദുർരിയതഹ ഇവരുടെ സന്തതി പരമ്പരയെയും, മിനശ്ശൈത്വാനിർ റജീം ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ. ഫതഖബ്ബലഹ അപ്പോൾ അതിനെ അള്ളാഹു സ്വീകരിച്ചു. ആരെ? ഈ കുഞ്ഞിനെ. ഇമ്രാൻ്റെ ഭാര്യ ഉണ്ടായിട്ടുള്ള കുഞ്ഞ് മറിയം അലൈഹിസ്സലാം, അവരിലാണ് പിന്നീട് ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നത്. അപ്പോൾ തഖബ്ബുലി മറിയമിനെ സ്വീകരിച്ചു എന്നുള്ളത്. അലി തഖബ്ബല മറിയമിനെ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളത്. തഖബ്ബലഹ മറിയമിനെ അള്ളാഹു സ്വീകരിച്ചു. റബ്ബുഹ അവളുടെ റബ്ബ്, അതായത് അള്ളാഹു സ്വീകരിച്ചു. ബി ഖബൂലിൻ ഹസനിൻ നല്ല സ്വീകരണം. ബി ഖബൂലിൻ ഹസനിൻ വഅംബതഹ നബാതൻ ഹസന. അംബതഹ അവളെ ഒരു വളർത്തി. നബാതൻ ഹസന നല്ലൊരു ചെടിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വളർത്തൽ ഉൽപാദനമായിട്ട്. നശഅത്ത് ഫിൽ ഇബാദത്തി വത്വാഅ ഇബാദത്തിലും അള്ളാഹുവിന് വഴിപ്പെടുത്തുന്ന അവസ്ഥയിലും അവരെ വളർത്തി എന്നതാണ്. വകഫലഹ സക്കരിയ അലൈഹിസ്സലാം അവരെ ഏറ്റെടുത്ത് വളർത്തി. ഫീ ഖിറാഅത്തിൻ ഒരു ഖിറാഅത്തിൽ ഇങ്ങനെയുണ്ട് കഫലഹ എന്ന്. ലിഅന്ന ബനി ഇസ്രായീൽ ഇഖ്തസമു ഫി മറിയമ അയ്യുഹും യക്ഫുലുഹ. ആരാണ് ഈ മറിയമിനെ പോറ്റി വളർത്തുക, ഏറ്റെടുക്കുക എന്ന കാര്യത്തിൽ ഇസ്രായേൽ സന്തതികൾക്കിടയിൽ തർക്കമുണ്ടായി. ലിഅന്നഹ ബിന്തു ആലിമിഹിം വഹബിരിഹിം അവരുടെ പുരോഹിതൻ്റെ പണ്ഡിതൻ്റെ മകളാണ് അവർ, മറിയം എന്നവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും താല്പര്യം ഉണ്ടായിരുന്നു ഈ കുഞ്ഞിനെ വളർത്താൻ. അപ്പോൾ ഷെയ്ഖിഹിം അവരുടെ ഷെയ്ഖിൻ്റെ ഫഹും തനാഫസു അയ്യുഹും യക്ഫുലു മറിയമിനെ ആര് പരിചരിക്കും, ആര് ഏറ്റെടുത്ത് വളർത്തും എന്ന കാര്യത്തിൽ അവർ തർക്കിച്ചു. കമാ ഖാല തആല അല്ലാഹു തആല പറഞ്ഞ പോലെ ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ يلقون أقلامهم أيهم يكفل مريم. ذلك من أنباء الغيب ഗൈബിയായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. നൂഹീഹിയിലേക്ക അതിനെ താങ്കളിലേക്ക് നാം വഹിയായിട്ട് ദിവ്യബോധനമായി നൽകുന്നു. വമാ കുന്ത ലദൈഹിം താങ്കൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് യുൽഖൂന അഖ്ലാമഹും അവരുടെ പേനകൾ അല്ലെങ്കിൽ അസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ അത് ഇടുന്ന സമയത്ത്, അതായത് നറുക്കിടുമ്പോൾ അയ്യഹും യക്ഫുലു മറിയമിനെ ആര് ഏറ്റെടുക്കുമെന്ന വിഷയത്തിൽ അവർ അഖ്ലാം ഉപയോഗിച്ചിട്ട് കലമുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, നറുക്കിട്ടു. ആ സമയത്ത് നറുക്കെടുത്ത സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അവരെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ നബി പറഞ്ഞു? വഹി മുഖേന അമലു അൽ ഖുർആത്ത് അയ്യുഹും യക്ഫുലു ഖുർആത്ത് നറുക്കെടുപ്പ് അവർ നടത്തി. ആര് മറിയമിനെ സംരക്ഷിക്കണമെന്ന വിഷയത്തിൽ തർക്കം തീർക്കാൻ. വമാ കുന്ത ലദൈഹിം ഇദ് യഖ്തസിമൂൻ അവർ തർക്കിക്കുന്ന സമയത്ത് താങ്കൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നക യാ മുഹമ്മദ് ലം തഷ്ഹദ് ഹാദിഹിൽ ഖുറൂനുൽ മാദിയ വമാ ഹസല ഫിഹാ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ അതിൽ സംഭവിച്ച കാര്യങ്ങൾ ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ അത് സാക്ഷിയായിട്ടില്ല. വലാകിൻ ഹാദാ മിൻ ആയാത്തില്ല പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വമിൻ മുഅ്ജിസാത്തി ഹാദർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ മാനുഷികമായി സിദ്ധി എന്ന് വേണമെങ്കിൽ ഇതിനെ പരിഭാഷപ്പെടുത്താം. മുഅ്ജിസത്ത് അതിൽപ്പെട്ടതാണ് എന്ത്? അന്നല്ലാഹ അഖ്ബറഹു ബിമാ ജറാ കഅന്നഹു ഹാദിർ ഇപ്പം നടക്കുന്നത് പോലെ ആ കഴിഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് ഇൻഫോം ചെയ്തു അറിയിച്ചു എന്നത്. വഹത്താ ഇന്ന ബനി ഇസ്രായീല ഇൻബഹറു ലിഅന്നഹു ജാഅഹും ബിമഅലൂമാത്തിൻ ഹും ലാ യഅരിഫൂനഹാ മിൻ ഉമൂരിഹിം അപ്പോൾ ബനൂ ഇസ്രായേലിയർക്ക് പോലും അറിയാത്ത, അവരുടെ സാധാരണക്കാർക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ അവർക്ക് നബി അറിയിച്ചു കൊടുക്കുകയാണ്, എത്തിക്കുകയാണ്. അതുകൊണ്ട് അവർ പോലും ഇംപ്രസ്ഡ് ആയിപ്പോയി, അവർ പോലും സ്വാധീനിക്കപ്പെട്ടു. വഹിയ മദ്കൂറത്തും ഫീ കുതുബിഹിം വതവാരീഖിഹിം അവരുടെ കിതാബുകളിലും അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്ന വയഅരിഫുഹാ ഉലമാഉഹും അഹ്ബാറുഹും അത് അവരുടെ പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് അറിയാം. ഫയഖൂലു ഹാദർ റസൂൽ യുഹ്ദിസു ബിമാ ജറാ മിൻ ഖുറൂനിൻ തവീല കുറേ മുമ്പ് നടന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യം ഈ റസൂൽ
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. വഹാദാ മിൻ മുഅ്ജിസാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ പെട്ടതാ. ലിഅന്നഹു ലൈസ മിൻ ഇൻദിഹി, കാരണം ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ നിന്ന് അല്ല. പിന്നെ കാരണം എന്താ? ഫഹു ഉമ്മിയുൻ ലാ യഖറഉ വലാ യക്തുബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തോ വായനയോ അറിയാത്ത ഉമ്മി, നിരക്ഷരൻ, ഇലിറ്ററേറ്റ് ആയിരുന്നു. വഇന്നമാ ഹുവ മിൻ ഇൻദില്ലാഹി അസ്സ വജൽ, അപ്പോൾ ഇത് അല്ലാഹു അസ്സ വജലിൽ നിന്നുള്ള റിസാല മാത്രമാണ്. كما قال تعالى, الله تعالى പറഞ്ഞ പോലെ إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون. إن هذا القرآن سيمي قرآن يقص على بني إسرائيل, ബനി ഇസ്രായേലിൽ അവർക്ക് കഥിക്കുന്നു, അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു, ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. അക്സറ അല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. എന്ത്? അക്സറ അല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കുന്നു, അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ. വഹാദാ മിനൽ അജായിബ്, ഇത് അജബുകളിൽപ്പെട്ടതാണ്. അന്നഹു ആഖിറു മാ നസല മിനൽ കുതുബി വമാ ഹാദാ, അന്നഹു ആഖിറു മാ നസല മിനൽ കുതുബി വമാ ഹാദാ യഖുസ്സു അഖ്ബാറൽ മാദിയ കമാ വഖഅത്. അപ്പോൾ ഇത് വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ വേദമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ സംഭവിച്ചതുപോലെ വ്യക്തമായി അത് കഥാകഥനം ചെയ്യുന്നു, വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നു. വഹാദാ മിൻ അഅ്ളമി മുഅ്ജിസാത്തി ഹാദ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകളിൽ വലിയ മുഅ്ജിസത്താണിത്. ഫവഖഅത്തിൽ ഖുർആൻ ലിസക്കരിയ അലൈഹിസ്സലാം വകാനത്ത് ഖാലത്തുഹാ ഉഖ്തു ഉമ്മിഹാ തഹ്തഹു ഫകഫലഹാ സക്കരിയ. അങ്ങനെ സക്കരിയ അലൈഹിസ്സലാമിന് നറുക്ക് കിട്ടി, അദ്ദേഹം മറിയം അലൈഹിസ്സലാമിനെ വളർത്തി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ, സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിൽ, മിഹ്റാബ് പറഞ്ഞാൽ നമ്മുടെ മുസല്ല അർത്ഥാണ്, നിസ്കാരസ്ഥാനം, അല്ലാതെ ഇന്നത്തെ മിഹ്റാബിൻ്റെ ആ ഒരു ഉദ്ദേശത്തിലല്ല. അപ്പോൾ ആരാധനാ സ്ഥാനത്ത്, മുസല്ലയിൽ, നിസ്കാരസ്ഥാനത്ത്, നിസ്കരിക്കുന്ന സ്ഥാനത്ത് സക്കരിയ അലൈഹി സ്വലാം പ്രവേശിക്കുമ്പോഴൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ മക്കാൻ അല്ലദീ തുസല്ലി ഫീഹി, അതായത് മറിയം അലൈഹിസ്സലാം നിസ്കരിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനാ മണ്ഡപം, ആ സ്ഥാനം, അതാണ് മിഹ്റാബ്. ലിഅന്നൽ മിഹ്റാബ് മഅനാഹു, കാരണം മിഹ്റാബ് എന്ന് പറയുന്ന ആശയം അൽ മക്കാൻ അല്ലദീ യുസല്ലാ ഫീഹി, നിസ്കരിക്കപ്പെടുന്ന സ്ഥലമാണ്, നിസ്കരിക്കാനുള്ള സ്ഥലം. ഫലൈസൽ മിഹ്റാബ് ഖാസൻ ബിസ്സാവിയത്തി അല്ലത്തി തകൂനു ഫിൽ മസ്ജിദി. ഇപ്പോൾ അൽ ആൻ ഇക്കാലത്ത് മസ്ജിദുകളിൽ പണിയുന്ന കാണപ്പെടുന്ന മിഹ്റാബ് ഉണ്ടല്ലോ, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വജദ ഇൻദഹാ റിസ്ഖ, അപ്പോൾ അങ്ങനെ മിഹ്റാബ് മുസല്ല പ്രാർത്ഥനാ സ്ഥാനത്ത് പ്രവേശിക്കുമ്പോഴൊക്കെ, മറിയം ബീവിയുടെ പ്രാർത്ഥനാ സ്ഥാനത്ത് പ്രവേശിക്കുമ്പോഴൊക്കെ അവിടെ സക്കരിയ എന്ത് കണ്ടു? അലൈഹിസ്സലാം റിസ്ഖ് കണ്ടു, വിഭവങ്ങൾ കണ്ടു, ഭക്ഷണം കണ്ടു. ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ, അപ്പോൾ സക്കരിയ നബി ചോദിച്ചു, ഓ മറിയം, എവിടുന്നാ നിനക്കിത് ഭക്ഷണം കിട്ടുന്നത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഈ ഭക്ഷണം ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ഹാദാ മിൻ കറാമാത്തിൽ ഔലിയ, ഇത് ഔലിയാക്കളുടെ കറാമത്തുകളിൽപ്പെട്ടതാണ്. മറിയം അലൈഹിസ്സലാം നബിയല്ലല്ലോ, അപ്പോൾ വലിയ എന്നുള്ള നിലക്ക് വലിയത്ത് അവരുടെ കറാമത്തുകളിൽപ്പെട്ടതാണിത്. കാന യജിദു ഇൻദഹാ ഫി ശിത്താഇ ഫാകിഹത സ്വൈഫ്, ശൈത്യകാലത്ത്, സ്വൈഫ് സമ്മർ സീസണിലെ വേനൽക്കാലത്തെ പഴങ്ങൾ അവർക്ക് അവരുടെ അടുത്ത് കണ്ടെത്തി. വയജിദു ഇൻദഹാ ഫി സ്വൈഫ് ഫാകിഹത ഷിത്ത, അതേപോലെ ശൈത്യകാല വേനൽക്കാലത്ത് സമ്മർ സീസണിൽ, വിൻ്റർ സീസണിലെ ശൈത്യകാലത്തെ പഴങ്ങളും കണ്ടെത്തി. കാന ഹാദാ യുഹ്ദിറുഹു റബ്ബുഹു ലഹാ ഇക്റാമൻ ലഹാ, അപ്പോൾ റബ്ബ് ഇത് അവർക്കുള്ള ആ ഇക്റാമി എന്ന നിലക്ക് നൽകുന്നതായിരുന്നു, ഹാജരാക്കുന്നതായിരുന്നു. വഹിയ തുസല്ലി ഫി ഹാദൽ മക്കാൻ, ഈ സ്ഥാനത്താണ് അവർ നിസ്കരിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്. വലാ യത്തസിലു ബിഹ അഹദും മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്ന് ഒരാളും അവിടേക്ക് എത്തുന്നില്ല. സുമ്മ മാ ഹാദാ യജിദു ഇൻദഹാ നബിയുല്ലാഹി ഹാദർ റിസ്ഖ, എന്നിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ ഭക്ഷണം ലഭിക്കുന്നത് സക്കരിയ അലൈഹിസ്സലാം ശ്രദ്ധിച്ചു, കണ്ടു. സുമ്മ ദക്കറ ഖിസ്സത സക്കരിയ വ ദുആഅഹു ലി റബ്ബിഹി, പിന്നീട് സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം തുടർന്ന് അള്ളാഹു പറഞ്ഞു, അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. സുമ്മ ദക്കറ ബഖിയ്യത ഖിസ്സത മറിയം വ ഹംലഹാ ബിഈസ, പിന്നെ മറിയം അലൈഹിസ്സലാമിൻ്റെ ബാക്കി ചരിത്രവും ഈസാ അലൈഹിസ്സലാമിനെ ഗർഭം ചുമന്നതൊക്കെ പറയാണ്. وإذ قالت الملائكة يا مريم إن الله اصطفاك
വഇദ് ഖാലത്തിൽ മലായികത്തു മലക്കുകൾ പറഞ്ഞ സന്ദർഭം യാ മറിയമു ഓ മറിയം ഇന്നല്ലാഹ അസ്തഫാകി നിശ്ചയം അല്ലാഹു താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു വതഹറകി താങ്കളെ പ്യൂരിഫൈ ചെയ്തിരിക്കുന്നു ശുദ്ധീകരിച്ചിരിക്കുന്നു അസ്തഫാകി അലാ നിസാഇൽ ആലമീൻ ലോകത്തിലെ സ്ത്രീകളിൽ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅറാകിഈൻ ഓ മറിയം ഖുനുതി ലിറബ്ബികി നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ വസ്ജുദി സുജൂദ് ചെയ്യൂ വർകഇ മഅറാകിഈൻ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുന്ന അതിനർത്ഥം ഇവിടെ റുക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വലാത്തിനെ സൂചിപ്പിക്കുന്നതാണ് നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കാം ذلك من أنباء الغيب نوحيه إليك ഇത് താങ്കൾക്ക് നാം വഹി നൽകുന്ന ദിവ്യബോധനം നൽകുന്ന ഗൈബിയായ വൃത്താന്തങ്ങളിൽ വാർത്തകളിൽപ്പെട്ടതാണ് ഹാദിഹി ഹിയൽ മുഅ്ജിസ ഇത് മുഅ്ജിസത്ത യാനി ഉദ്ദേശിക്കുന്നത് കൈഫാലിംത താങ്കൾ എങ്ങനെ അറിഞ്ഞു അയ്യുഹർ റസൂൽ അല്ലയോ റസൂൽ വഅന്ത ആഖിറുർ റുസുൽ മുർസലീങ്ങളിൽ താങ്കൾ ഏറ്റവും അവസാനത്തവരാണ് വൈദൻ അന്ത ഉമ്മിയുൻ ലാ തഖറഉ വലാ തക്തുബു താങ്കൾ നിരക്ഷരനാണ് താങ്കൾ എഴുതുന്നില്ല വായിക്കുന്നില്ല ഹാദാ മിൻ അഅ്ളമിൽ മുഅ്ജിസാത്തി ലക് ഇത് താങ്കൾക്കുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ് എന്ന് ഇനി അല്ലാഹു പറഞ്ഞത് വമാ കുന്ത ലദൈഹിം ഇദ് യുൽഖൂന ഖുലാമഹും അയ്യുഹും യക്ഫുലു മർയമ വമാ കുന്ത ലദൈഹിം ഇദ് യഖ്തസിമൂൻ അപ്പോൾ അവർ മറിയം അലൈഹിസ്സലാമിനെ ആര് ഏറ്റെടുക്കും എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി അവർ തർക്കിച്ചപ്പോൾ അവർ നറുക്കെടുത്തപ്പോഴൊന്നും താങ്കൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ യാനി മല്ലതി അദ്റാഖ് അപ്പോൾ താങ്കൾക്ക് ഈ വിവരം എത്തിച്ചതാരാ ലൗലല്ലാഹു സുബ്ഹാന അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലേ എന്നുള്ളതാണ് വഹാദാ മിൻ അംബാഇൽ ഗൈബ് ഇത് ഗൈബിയായിട്ടുള്ള വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മിനൽ അഖ്ബാരിൽ മാദിയ ഇത് കഴിഞ്ഞ കാലത്തെ വൃത്താന്തങ്ങളാണ് വയത്തുലഖു അൽ ഗൈബ് അൽ മുസ്തഖ്ബിൽ അയ്യൻ മുസ്തഖ്ബിൽ ഭാവിയിൽ നടക്കുന്ന കാര്യത്തിനും അതിനും ഗൈബ് വരാം വൽ ഗൈബു ലാ യഅലമുഹു ഇല്ലല്ലാഹ് ഗൈബ് അത് ഏത് കാലത്ത് നടന്നതാണെങ്കിലും നടക്കാനുള്ളതാണെങ്കിലും ഒക്കെ അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല അൽ മാദി വൽ മുസ്തഖ്ബിൽ മാദിയാട്ടെ മുസ്തഖ്ബിലാട്ടെ ഭൂതകാലമാട്ടെ ഭാവി കാലങ്ങളാവട്ടെ വർത്തമാനകാല ഹാൽ എന്ന് പറയാം ഔ മൻ അല്ലമഹുല്ലാഹു മിൻ റുസുലിഹി അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഗൈബ് അറിയുള്ളൂ അല്ലെങ്കിൽ മുർസലീങ്ങളിൽ നിന്ന് അവൻ അറിയിച്ചു കൊടുത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്തവർക്ക് പക്ഷേ അവർക്ക് എല്ലാ ഗൈബ് അറിയുന്നല്ല ആത്യന്തികമായി അള്ളാഹുവിന് മാത്രമേ അറിയൂ മുർസലീങ്ങളിൽ നിന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തവർക്ക് ആ അറിയിച്ചു കൊടുത്ത അളവിൽ അറിയിച്ചു കൊടുത്തത് മാത്രം ആ സമയത്ത് അറിയും എന്നതാണ് വഖൗലുഹു തആല അല്ലാഹു തആലാന്റെ വചനം ഇദ് ഖാലത്തിൽ മലായികതു യാ മർയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസാ ഇബ്നു മർയമ വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറതി വമിനൽ മുഖറബീൻ ഇദ് ഖാലത്തിൽ മലായികതു മലക്കുകൾ പറഞ്ഞ സന്ദർഭം യാ മറിയം ഓ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി നിശ്ചയം അല്ലാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ബികലിമത്തിൻ മിൻഹു അവനിൽ നിന്നുള്ള വചനത്തെ കൊണ്ട് ഇസ്മുഹു ആ വചനത്തിൻ്റെ പേര് അൽ മസീഹ് ഈസാ ഇബ്നു മറിയം മറിയമിൻ്റെ പുത്രൻ ഈസാ മസീഹ് എന്നാകുന്നു വജീഹൻ ഫിദ്ദുനിയ ദുനിയാവിൽ അദ്ദേഹം പ്രമുഖനാണ് വല്ലാഖിറത്തി പരലോകത്തും വമിനൽ മുഖറബീൻ അല്ലാഹുവിന് സാമീപ്യം സിദ്ധിച്ച മഹാത്മാരിൽപ്പെട്ട ആളായിരിക്കും എന്നതാണ് വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ല വമിനസ് സ്വാലിഹീൻ അദ്ദേഹം തൊട്ടിലിൽ സംസാരിക്കും അതേപോലെ കഹ്ല് മധ്യവയസ്സിൽ അല്ലെങ്കിൽ യുവാവാകുമ്പോൾ സമയത്തൊക്കെ സംസാരിക്കും വമിനസ് സ്വാലിഹീൻ അദ്ദേഹം സച്ചരിതരിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനാണ് ഹാദിഹി ബഷാറത്തുൻ ലഹ ഇത് ബഷാറത്ത് ഇത് മറിയം അലൈഹിസ്സലാമിനുള്ള സന്തോഷ വാർത്തയാണ് ലക്കിന്നഹ ഇൻ ബഹറത്ത് കൈഫ യഹ്സുലു ലഹ വലദുൻ വഹിയ ലം തകുൻ തസവ്വജത് വിവാഹം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ അവർക്ക് കുട്ടിയുണ്ടാവും എന്ന് മറിയം അലൈഹിസ്സലാം ആശങ്കിച്ചു എന്നതാണ് قالت ربي أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون قالت مريم عليه السلام പറഞ്ഞു റബ്ബി എൻ്റെ റബ്ബേ അന്നാ യകൂനു ലി വലദ് എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാവാൻ വലം യംസസ്നി ബശറുൻ ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല സ്പർശിച്ചിട്ടില്ല ഒരു പുരുഷൻ എന്നെ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ വഖാല അള്ളാഹു പറഞ്ഞു കദാലിക അല്ലാഹു യഖ്ലുഖു മാ യശാ അപ്രകാരം
എന്താ, അല്ലെങ്കിൽ അപ്രകാരം അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഇത് അമ്രൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു, അതിനോട് അവൻ പറയും കുൻ, ഉണ്ടാവുക എന്ന്. ഫയകൂൻ, അപ്പോൾ അതുണ്ടാവും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. ഈസാ അലൈഹിസ്സലാം ജനിക്കാൻ പോകുന്ന ഈസാ അലൈഹിസ്സലാമിനെ പറ്റി പറയാണ്, അദ്ദേഹം വിശുദ്ധ വേദഗ്രന്ഥം അൽ കിതാബ് പഠിപ്പിക്കും, ഹിക്മത്ത് പഠിപ്പിക്കും, തൗറാത്തും ഇൻജീലും പഠിപ്പിക്കും എന്നൊക്കെ. വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലിലേക്ക് റസൂലായിട്ട്, ദൂതരായിട്ടായിരിക്കും അദ്ദേഹം വരിക. അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും, അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ആയത്ത് ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ നിശ്ചയം വന്നിട്ടിരിക്കുന്നത്. അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇലാ ആഖിറിൽ ആയാത്ത്, തുടർന്നുള്ള ആയത്തുകൾ അതിൻ്റെ ആ വിഷയം പറയുന്നതിൻ്റെ അവസാനം വരെ. ഹദാ മാ ദക്കറഹുല്ലാഹു മിൻ ഖിസ്സത്തി നശ്അത്തി മറിയം അലൈഹി ഇസ്ലാമിൻ്റെ ചെറുപ്പത്തെ, ആ വളർച്ച, ജനനം, പിന്നെ ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. വനശ്അത്തി ബിനിഹ ഈസാ അലൈഹി ഇസ്ലാം, അതേപോലെ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജനനവും വളർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വഹാദൽ ബൈത്തു ത്വാഹിറുൽ അദീം, ഈ ശുദ്ധമായ വീട്. വലിഹാദാ ലമ്മാ ഖറഅ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹാദിഹിൽ ആയാത്ത്, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തുകൾ ഓതിയപ്പോൾ അല്ലത്തി ഫി ബയാൻ നശ്അത്തി ഈസാ അലൈഹി ഇസ്ലാം ഇൻദ നജാഷി ചക്രവർത്തിയുടെ അടുത്ത് വെച്ചിട്ട് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ നശ്അത്ത് സംബന്ധിച്ച് വിവരിക്കുന്ന ഈ ആയത്തുകൾ ഓതിയപ്പോൾ ബിഹദറത്തിൽ ബത്താരിഖത്തി വൽ കിബാറിൻ നസാറാക്കളിലെ വലിയ പൗരപ്രമുഖരും അതേപോലെ അവരുടെ പ്രീസ്റ്റ് പുരോഹിതന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് യൗതറഫൽ നജാഷി മനസ്സിലാക്കി ബി അന്ന ഹാദാ വഹ്യും മിനല്ലാഹി സുബ്ഹാനഹു വതആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹ്യാണ്. കാരണം അദ്ദേഹം ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായിയായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ നസാറാക്കളിൽപ്പെട്ട ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി. ഖാല ഹാദാ ഹുവ വല്ലദീ അൻസല അലാ മൂസ യഖ്റുജു മിൻ മിഷ്കാത്തിൻ വാഹിദ. അപ്പോൾ ഇത് മൂസാ അലൈഹി ഇസ്ലാമിന് അവതരിച്ച സംഗതി തന്നെ ഒരേ മാടത്തിൽ നിന്ന് തന്നെയാണ്, ഒരേ മിഷ്കാത്തിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. ഫഅസ്ലമ നജാഷി റഹിമഹുല്ലാഹ് അങ്ങനെ മുസ്ലിം ആയി, ഇസ്ലാം സ്വീകരിച്ചു. ലമ്മാ സമിഅ മാ ദക്കറഹുല്ലാഹു മിൻ നബഇ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ വൃത്താന്തം സംബന്ധിച്ച് അള്ളാഹു പരാമർശിച്ചത് ഖുർആനിൽ പരാമർശിച്ച് കേട്ടപ്പോൾ നജാഷി മുസ്ലിമായി. വതഫാസീൽ വിലാദത്തിഹി, അദ്ദേഹം ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തിൻ്റെ വിവരണങ്ങളൊക്കെ കേട്ടപ്പോൾ കാരണം അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വൃത്താന്തമാവാൻ തരമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇത് മുഹമ്മദ് നബിക്ക് കിട്ടിയത് വഹയ്യായിട്ടാണ്, ദിവ്യബോധനമായിട്ടാണ്, അള്ളാഹുവിൽ നിന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, ഖുർആൻ സത്യവേദമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇസ്ലാം സത്യദീനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു.